ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. All right, wait a minute. Okay, ഇത് റെക്കോർഡ് ചെയ്യേണ്ട കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? എനിക്ക് ലൈഫിലൊരു ക്ലാരിറ്റി ഇല്ല, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന പോലെ. ഓക്കെ, എവിടെ സ്റ്റക്ക് ആയിട്ടുള്ളത്? അത് ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി, 2 ഫെയിൽ ആയിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഇത് തന്നെയാണോ ചെയ്യേണ്ടത്? എനിക്ക് എന്തിട്ട് ഇതിൽ സക്സസ് ആവാൻ പറ്റുന്നില്ല. ഞാൻ ഒരു സ്റ്റക്ക്. എനിക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ഫെയിൽ ആവാനുള്ള കാരണം എന്താണ്? നിങ്ങൾ പഠിക്കാത്ത കാരണമാണോ, പ്രിപ്പറേഷൻ ചെയ്യാത്ത കാരണമാണോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വേറെ എവിടെ നിന്നെങ്കിലും വന്നാണോ, എങ്ങനെയാണ്? ഇതില് നമ്മൾ എത്ര പഠിച്ചാല് എല്ലാരും പറയുന്നേക്കോ കുറച്ച് ഭാഗ്യം എന്നല്ല സാറും പറയലുണ്ട്. നിങ്ങൾ എത്ര പഠിച്ചെന്നുണ്ടെങ്കിലും കുറച്ചൊരു ലക്കും കൂടെ വേണം. അപ്പോ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും കുറച്ചും കൂടി പഠിക്കായിരുന്നു, അതൊന്നും കൂടി ട്രൈ ചെയ്താലും അങ്ങനെ ഒരു തോന്നല് വരലുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഫുൾ ആയിട്ട് പഠിച്ചില്ലാന്നോ? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ പഠിക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നല്ല. അല്ല, നിങ്ങൾ എക്സാമിന് വന്ന് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നിട്ട് ഫെയിൽ ആയിട്ടാണ്. ഞാൻ മാക്സിമം പക്ഷെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഫെയിൽ ആയി, അത് നോക്കിയിട്ട് കാര്യമില്ല. 2 വ്യത്യാസമുണ്ട്, ശരിയല്ലേ? അപ്പം ആദ്യത്തെ ആ ഡയലോഗ് നിങ്ങളോട് തന്നെ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ കംപ്ലീറ്റ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല ആ ടൈം. രണ്ടാമത്തെ ആണെങ്കിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയില്ല. എൻ്റെ മക്കൾ 2 പ്രാവശ്യം എക്സാം എഴുതി. അവർ PGക്ക് വേണ്ടിയിട്ട്, അവർ ഡോക്ടേഴ്സാണ്, PGക്ക് വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഫെയിലായി. ഇപ്പോൾ അവരെന്താ ചെയ്യുക, ഹസ്ബൻഡ് വൈഫ് 2 കൂടെ മഞ്ചേരി ഒരു റൂം എടുത്ത് ഫ്ലാറ്റ് എടുത്ത് 2 അവിടെ ഇരുന്ന് പഠിക്കുക. കാരണം അവർക്ക് തോന്നി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫെയിലിയർ ഇത് എല്ലാവർക്കും പറഞ്ഞതാണ്, അതൊന്നും പ്രശ്നമില്ല, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ സ്ട്രാറ്റജി മാറ്റാം. അവർ സ്ട്രാറ്റജി മാറ്റി, കാരണം അവർ വീട്ടിൽ നിന്നിട്ടായിരുന്നു പഠിച്ചിരുന്ന 2 ഹസ്ബൻഡ് വൈഫ്. ഹസ്ബൻഡാണെങ്കിൽ ജോബ് ചെയ്തു, ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. പുള്ളി എന്താ ചെയ്താൽ ലീവ് എടുത്തു. അപ്പോൾ സ്ട്രാറ്റജി മാറ്റി പിടിച്ചു. അതേപോലെ നിങ്ങൾ സ്ട്രാറ്റജി മാറ്റേണ്ടി വരില്ലേ? അതെ. അപ്പോൾ എന്തായിരിക്കും പുതിയ സ്ട്രാറ്റജി? എന്തായിരിക്കും? പഠിക്കുന്ന ടൈം കുറച്ചുകൂടെ കൂട്ടാ. അതുപോലെ ഡിസ്ട്രാക്ഷൻസ്, ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്, അതൊക്കെ മാറ്റേണ്ടി വരും. ഫോണും പഠിത്തം കൂടെ നടക്കില്ല കേട്ടോ. ഫോണും പഠിത്തം കൂടെ. എൻ്റെ മക്കള് ഇതൊക്കെ ഞങ്ങളൊക്കെ ഇതിന്ന് പുറത്താക്കിയാണ്, വാട്സാപ്പിലൊക്കെ പുറത്താക്കി അവര്. അപ്പോൾ ഫോണും പഠിത്തം കൂടെ ഒരുമിച്ച് നടക്കില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഇനി അടുത്ത എക്സാം എന്നാ വരുന്നത്? അടുത്തത് ജൂണിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണോ എൻട്രൻസ് ആണോ? അല്ലല്ല, CMA USA. ഓക്കെ, റൈറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുക? ഇനി സാധാ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം അതിനു വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ ഫോൺ യൂസേജ് കുറയ്ക്കണം. പിന്നെ ലാംഗ്വേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം നിങ്ങൾ? അത് ലാംഗ്വേജ്, ഇപ്പൊ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണോ? അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ നമ്മൾ ജോബിലേക്ക് അല്ല, നമ്മൾ ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ എന്താന്ന് നോക്കില്ലേ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കേണ്ട ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ ആദ്യം എന്താണ് ക്ലിയർ ചെയ്യേണ്ടത്? ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് കിട്ടാന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ആദ്യം ലൈസൻസ് കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ഏത് വണ്ടി വാങ്ങിക്കാന്നാണ് നമ്മൾ തീരുമാനം. അതൊക്കെ പിന്നെ വരുന്ന, ആദ്യം ലൈസൻസ് കിട്ടാനല്ലോ നോക്കില്ല എല്ലാവരും. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട എക്സാം, എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് പാസ്സായി കിട്ടണമെന്നല്ല നോക്കണ്ടേ. അതിന് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചത് അല്ല? ഇല്ലല്ലോ. അപ്പൊ അത് ഫോക്കസ് ചെയ്യണ്ട. അപ്പൊ അതൊരു ആ ഭാഗത്തേക്ക് ഫോക്കസ് ഉണ്ട്, അത് പിന്നെ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിനേഷന് ശേഷം നിങ്ങൾക്ക് അതൊക്കെ പഠിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ആ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാത്തത്? പിന്നെ മൂന്നാമത്തെ കാര്യം രാവിലെ എഴുന്നേക്കാന്നുള്ളതാണ്.
രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും പ്രെയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് കുറെ ടൈം ഉറങ്ങാറാണ് പതിവ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നോ? അല്ല, ഉണ്ട്. ബാക്കിയുള്ള ടൈം ഞാൻ പഠിക്കാൻ ഇരിക്കാറുണ്ട്. അല്ല, രാവിലെ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാവിലെ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അപ്പം പിന്നെ നിങ്ങൾ പഠിക്കണ്ട. രാവിലെ നിങ്ങൾ പ്രൊഡക്റ്റീവ് അല്ല നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ പ്രേയറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങിക്കുക, യാതൊരു പ്രശ്നമില്ല. എപ്പോഴാണ് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവണം ആ സമയമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ പ്രൊഡക്റ്റ് ടൈം ഏർലി മോർണിംഗാണ്. ഉച്ചക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ഡെഡാണ്. ഞാൻ ആ സമയത്ത് ഒന്നും ചെയ്യാൻ നിൽക്കില്ല. അപ്പം പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് എനിക്ക് ഒരു എന്താ പറയാ, ഒരു എനർജി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനർജി കിട്ടുന്ന ആളെ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞേ. നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കിടന്ന് ഉറങ്ങി. നിങ്ങൾ തന്നെ പറഞ്ഞു പ്രയർ കഴിഞ്ഞ് ഞാൻ തന്നെ കിടന്ന് ഉറങ്ങി. നിങ്ങളാ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ ആർക്കും അഡ്വൈസ് കൊടുക്കില്ല ഇവിടെ. നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ എനർജി കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് പ്രയറൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്ന വ്യക്തിയാണെങ്കിൽ കിടന്ന് ഉറങ്ങുക. എന്നിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ടൈം എപ്പോഴാണ് നിങ്ങൾക്കറിയാം ആ ടൈം ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അത് ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓക്കെ പറയാം. അപ്പോൾ നിങ്ങൾ പറയാം, ഇപ്പം കുറ്റബോധം തോന്നുന്നുണ്ടോ രാവിലെ എണീക്കാത്തതിന്? അല്ലെ രാവിലെ ആ പഠിക്കാൻ? ഉണ്ട്. എന്താ കാരണം? എന്താ ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം രാവിലെ കുറെ ടൈം അവിടെ മിസ്സാകുന്നുണ്ടല്ലോ. ഇപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞാല് പക്ഷെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ. നിങ്ങൾ ഉറക്കം വരുന്ന ആളല്ലേ? അല്ല, ഉറക്ക് അല്ല നിങ്ങൾ വിചാരിച്ച പറ, മാറ്റാൻ അല്ല പറ്റും. അപ്പം അങ്ങനെ പറ, മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഉറപ്പാണോ? ഉറപ്പാണ്. ആ ഉറങ്ങാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഉറപ്പാണോ? എൻ്റെ യെസ്. മക്കൾ 3 മണിക്കും 4 മണിക്കും ഞാൻ രാവിലെ തന്നെ ഞാൻ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവർ ഇങ്ങോട്ട് ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ എനിക്കറിയാം എൻ്റെ മക്കൾ എണീറ്റിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കണം നിങ്ങളോട്, ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യണത്, നിങ്ങളെ പ്രെയർ ടൈം എത്ര മണിക്കാണ്? പ്രയർ ടൈം ഒരു 5:30 അങ്ങനെ 5:30 to എത്ര മണി വരെ ഉണ്ട്? എനിക്കറിയാൻ വേണ്ടി, എനിക്കറിയില്ല, നിങ്ങൾ പറയാം. 6 o'clock അങ്ങനെ. അരമണിക്കൂറല്ലേ ഉള്ളൂ? അതെ. ഓക്കെ, നിങ്ങൾക്ക് പ്രേയറിന് മുമ്പിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രേയറിന് ശേഷം 6 മണിക്ക് ശേഷമാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രയറിന് ശേഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണ പ്രേയർ ടൈമിന് എണീക്കുന്ന സമയത്ത് എണീറ്റാൽ പോരെ? അതെ, അതിന് മതി. ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട വേണ്ട. നിങ്ങൾ ആകെ ചേഞ്ച് വരുത്തേണ്ടത് പ്രേയറിന് ശേഷം കിടക്കാതിരുന്നാൽ പോരെ? അതെ. അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിന് ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വലുത്, ഉറക്കമാണോ വലുത് അല്ല പഠിത്തമാണോ വലുത്? പഠിത്താണ്. ഉറപ്പാണോ? എനിക്ക് തോന്നുന്നില്ല. ഉറപ്പാണ്. പിന്നെന്താ അല്ല, ഇപ്പോൾ പിന്നെന്താ? എനിക്ക് പറ്റും. ഉറപ്പാണ്, എനിക്ക് വിശ്വാസമില്ല. 0 to 10 എത്ര 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 പറ്റും നിങ്ങൾക്ക്? 9 ഉറപ്പ് എന്തായാലും പറ്റും. ഉറപ്പല്ലേ? അങ്ങനെ ഉറപ്പാണ്. അങ്ങനെ മാറ്റം വരണം. മാറ്റം വന്നിട്ടില്ല ഈ ഒരു കോച്ചിങ് ആയിട്ട് യാതൊരു കാര്യമില്ല. എന്ന് മുതൽ എണീക്കും? എണീക്കല്ല, എന്ന് മുതൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കും? ഇന്നു മുതൽ തന്നെ പറ്റും. ഇതിപ്പോൾ രാവിലെ പോകാൻ കഴിഞ്ഞു പോയി, നാളെ പറ്റുള്ളൂ. അല്ല, അല്ല, അതെ. നിങ്ങൾ വല്ല യു എസിൽ എവിടെ ഞാന് യു എസിലാണെങ്കിൽ ഓക്കെ, ഞാൻ പറയും ഓക്കെ എന്ന് പറയും. ഇന്ന് മുതൽ നടക്കാൻ അല്ലേ? നാളെ അല്ല. മുതൽ നടക്കുള്ളൂ. നാളെ മുതൽ ഓക്കെ ആണോ? ഓക്കെയാണ്. ഉറപ്പല്ലേ? ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യണത്? എണീക്കണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അതെ. ഇതുകൊണ്ട് ആർക്കൊക്കെ ഗുണം ഉണ്ടാവും? നിങ്ങളത് ക്രാക്ക് ചെയ്യണം, എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ആർക്കൊക്കെ ഗുണം ഉണ്ടാവും അതായിട്ട്? എനിക്കും ഉണ്ടാവും, എന്റെ പാരന്റ്സിനും. പിന്നെ ആർക്കാ? അങ്ങനെ. കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതിന്റെ ക്ലയൻസിന് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലേ? യെസ്. അതല്ലേ നിങ്ങൾ, അതുകൊണ്ടല്ലേ നിങ്ങൾ പഠിക്കണം. അല്ലേ നിങ്ങൾക്കും നിങ്ങളുടെ ഫാദറിനും മദറിനും മാത്രം ഗുണം ഉണ്ടെങ്കിൽ ഇത് പഠിക്കണ്ടട്ടോ, വേറെ എന്താ ചെയ്തോളൂ നിങ്ങൾ. അവർക്കും ഗുണം ഉണ്ടാവണ്ടേ? മറ്റുള്ളവർക്കും ഗുണം ഉണ്ടാവണ്ടേ? ലോകത്തുള്ള കുറെ. ഉണ്ടാവണം. ഉറപ്പാണോ? അറിയില്ല. നിങ്ങൾ ഉറപ്പാണ്. പറയും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അതിനുവേണ്ടി എണീക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എഴുന്നേക്കാൻ പറ്റും. അവരുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. പറ്റും. ഉറപ്പാണോ? ഉറപ്പാണ്. ഇപ്പോഴും വിശ്വാസമായിട്ടില്ല? 0 to 10 എനിക്ക് ഉറപ്പാണ്. ഞാൻ ഉറപ്പാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ക്ലാരിറ്റി കിട്ടിയോ? കിട്ടി. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.